ഇത് ഈ മയണൈസിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചിനാണെങ്കിൽ ആ പൈനാപ്പിളിൻ്റെ സാലഡ് ഇങ്ങനെ നമ്മൾ എടുക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഡ് കുക്ക് ട്രാവൽ. ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൈക്ലിങ്ങിന് വേണ്ടി പോവാണ്. സൈക്ലിങ് ഒരു 9-10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടി അവിടെ വരെ പോകുന്നു. ഹണിബീ എന്ന് പറഞ്ഞൊരു ചെറിയ ഷോപ്പിൽ നമ്മൾ നിർത്തും. അവിടുത്തെ ഒരു ചിക്കൻ മസാക്കി ഉണ്ട്. ചിക്കൻ മസാക്കി അറബിക് ഗ്രില്ലാണ്. ചിക്കൻ മസാക്കി ചിക്കൻ അഫ്ഗാനിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ തിരുവല്ല വഴി ആരെങ്കിലും ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതായത് കൂടാരപ്പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് വരും. പിന്നെ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ്. ചെറിയൊരു ഷോപ്പാണ്. അപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് ടേക്ക് അവേ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കൊറോണ കാലമാണ്, അതുകൊണ്ട് ടേക്ക് അവേ ആണ് നല്ലത്. ദയവായി ഇവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രവാസികളായിരുന്നു. പ്രവാസികളായിട്ടുള്ളവരും കാണുന്നുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ കൊറോണ കാലത്ത് അവർ തിരിച്ച് നാട്ടിലേക്ക് വന്ന് പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുകയും അത് ഗൾഫ് മേഖലകളിലൊക്കെ ജീവിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ ഈ സംരംഭം തുടങ്ങിയത്. എന്തായാലും ഒരു നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വരുന്നതൊക്കെ കാണാം. ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലെറ്റ്സ് ഗോ. ഹായ്, ഞങ്ങൾ സൈക്കിളിൽ പോകാം കേട്ടോ. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ സൈക്ലിങ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ രണ്ട് സൈക്കിളിൽ ഞങ്ങൾക്ക് വീൽ ലൈറ്റുണ്ട്, ഫ്രണ്ട് ലൈറ്റുണ്ട്. അത് നല്ല പ്രകാശമുണ്ട്. ഇതുണ്ടോ, ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ, അതിൻ്റെ ഡിമ്മാവും. പിന്നെ ഇതാണ്ട് ഇതുണ്ടോ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അടുത്ത് വരുമ്പോൾ ഒരു യെല്ലോ ലൈറ്റ് വരും. അപ്പോൾ നല്ലൊരു ലൈറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. അതുപോലെ ഹോണും ഒരു 7-8 ടൈപ്പ് ഓഫ് ഹോൺസ് ആവുള്ളത്. എന്ന് പറഞ്ഞാൽ സൗണ്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കിഷ്ടമുള്ള സൗണ്ട് വെച്ച് നമുക്ക് ഹോണും അടിക്കാം. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പം ഹണിബീ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ നമ്മളിപ്പം നിൽക്കുന്നത്. ഈ ചിക്കൻ മസാക്കി എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഹണിബീ അറബ് ഹിൽസ് ആണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയുടെയും അതുപോലെ തന്നെ നമ്മളുടെ കൂടാരപ്പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ആണിത് പ്ലേസ് ഇരിക്കുന്നത്. ഞാനും ഇവരും കൂടി ചെറിയ രീതിയിൽ ഞങ്ങൾ ഗൾഫിൽ ജീവിച്ച ജീവിതത്തിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ച് അറബ് ഹിൽസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ 5 ഫ്ലേവേഴ്സ് നമ്മളത് അൽഫാം പോലെ തന്നെ അൽഫാം, ബാർബിക്യൂ, അഫ്ഗാനി അൽഫാം, മസാക്കി, മെക്സിക്കൻ പെരിപ്പറി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന 3 ഡിഷസ്, അതായത് ബാർബിക്യൂ, മെക്സിക്കൻ പെരിപ്പറി, മസാക്കി, റെഡ് ചില്ലി ബേസിനാണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്. അതുപോലെ തന്നെ അൽഫാം, പെപ്പർ അൽഫാം, അഫ്ഗാനി അൽഫാം, ഗ്രീൻ ചില്ലി ബേസിൽ പല ഫ്ലേവേഴ്സും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ സിഗ്നേച്ചർ ഡിഷായിട്ട് പറയുകയാണെങ്കിൽ മസാക്കിയാണ്. മസാക്കി, HB മസാക്കി എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇത് വേറെ എങ്ങും ലഭ്യമല്ല, ഹണീബിയിൽ മാത്രമാണ് അത് ലഭ്യമായിട്ടുള്ളത്. സോ ഹണീബി മസാക്കി നിങ്ങൾക്ക് നാവിന് വ്യത്യസ്തമായ ഒരു രുചി നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആദ്യമായി നമ്മൾ ചിക്കൻ മസാക്കിയാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവരുടെ ഈ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. സാലഡിനകത്ത് പൈനാപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ്. പൈനാപ്പിൾ എനിക്ക് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിക്കൻ മസാക്കിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു ചെറിയ പീസ് എടുക്കുക, മയണൈസിനകത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുക്കി
ഞാൻ അതിശോക്തി പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. കാര്യമായിട്ട് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ഇറ്റ്സ് ഓസം. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ ഹ്യൂജ് ഹെവിയാണ്. ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ഗ്രില്ല് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പേരൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ മീറ്റ് വിത്ത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത് കഴിക്കുന്നത്. ഓക്കെ, ഇനി സാൻഡി എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാൻഡി എങ്ങനെയുണ്ട് പറ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ പറയാ, ഇതുവരെ ഞാൻ കഴിച്ചതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതില്. അപ്പോൾ അടുത്ത് നമ്മൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ അഫ്ഗാനിയാണ്. ചിക്കൻ അഫ്ഗാനിയും അതും ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. അപ്പോൾ നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ്. സാൻഡി ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു ടേസ്റ്റ് ചെയ്തിട്ട്. സാൻഡി എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ. ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റ്. ഉണ്ടോ അകത്തെ മീറ്റ് എടുക്കുമ്പോഴാണ് നമുക്ക്. അല്ല, അകത്തെ തന്നെ ഞാൻ എടുത്തത്. എല്ലാം സോഫ്റ്റ്. ഉണ്ടോ, ഭയങ്കര സോഫ്റ്റ് ചിക്കനാണ് ശരിക്കും. ഇത് ഈ മയണൈസിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വേണമെങ്കിൽ ആ പൈനാപ്പിളിൻ്റെ സാലഡ് ഇങ്ങനെ നമ്മൾ എടുക്കുക അല്ലേ? അയ്യോ, കുഴപ്പമില്ല. പൈനാപ്പിളിൻ്റെ സാലഡ് വെച്ച് നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. എല്ലാ മസാലയും ഒരു പ്രത്യേക സോഫ്റ്റാണ്. എന്താ ടെൻഡർന്ന് വേണേൽ പറയാം. നല്ല ടേസ്റ്റാണ്. ഇതിനെ കുറിച്ച് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ എക്സ്പേർട്ട് അല്ലെങ്കിലും ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. നിങ്ങൾ തിരുവല്ലക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇവിടെ വന്ന് ഓർഡർ ചെയ്യാം. ഞങ്ങൾ ഗ്യാരണ്ടി തരാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ടേസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളല്ലേ? അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളല്ലേ പറയാൻ പോണേ? പറ നീ. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണിക്കാം.